കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഒരു വർഷം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചുപിടിച്ച നിലമ്പൂരിൽ ഇത്തവണ ആര്യടൻ ഷൌക്കത്തിന് ചരിത്ര വിജയം. 54,851 വോട്ടിന്റെ വൻ ഭൂരിപക്ഷമാണ് ഷൌക്കത്ത് നേടിയത്. 2001 പിതാവ് ആര്യടൻ മുഹമ്മദ് നേടിയ 21,620 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷൌക്കത്ത് മറികടന്നത്. മണ്ഡലം രൂപീകൃതമായ ശേഷം ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒരു സ്ഥാനാർത്ഥിക്കും ലഭിക്കാത്ത ഭൂരിപക്ഷത്തിനാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി U ഷറഫലിയെ ആര്യടൻ ഷൌക്കത്ത് പരാജയപ്പെടുത്തിയത്. സംസ്ഥാനത്ത് UDF കാറ്റാഞ്ഞു വീശിയപ്പോൾ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ആര്യടൻ ഷൌക്കത്ത് തന്നെയാണ്. UDF പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷം ഷൌക്കത്തിന് ലഭിച്ചു. നിലമ്പൂരിന്റെ ഒരു വലിയ ഭാഗ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണിത്. കാരണം എന്റെ അനുജന്മാരായ ശ്രീ VS ജോയിയും അതുപോലെ തന്നെ ശ്രീ TP അഷ്റഫ് അലിയും അവരും ഞങ്ങൾ 3 പേരും ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് MLA-മാരാവുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമായി, ഈ മണ്ണിന് ഏറ്റവും അനുഗ്രഹം ഉണ്ടായിട്ട് ഉള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അവരൊക്കെ നിലമ്പൂരിനോടുള്ള കൂറും കടപ്പാടും അവർക്ക് എന്നെപ്പോലെ തന്നെയുണ്ട്. അവർ മറ്റു ദേശത്തെ MLA-മാരാണെങ്കിലും അവരും ഞാനും കൂടി ഒരു നല്ല നിലമ്പൂരിനുള്ള നല്ല പ്രവർത്തനങ്ങൾ കൂട്ടമായി നടത്തും. ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നിലമ്പൂരിന് വീണ്ടും ചരിത്രമാണ്. ഒന്ന്, നിലമ്പൂരിൻ്റെ ചരിത്രപരമായ ഒരു വലിയ വിജയം. 2, നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് 3 MLA-മാരുണ്ടാവുന്നു. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിനെ സംബന്ധിച്ച്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് 2025 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11,700 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ആദ്യ വിജയം നേടിയ ഷൌക്കത്ത് കഴിഞ്ഞ 8 മാസമായി MLA എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണിത്. ആധികാരിക വിജയത്തോടെ കോൺഗ്രസ് MLA-മാരിൽ ശക്തമായ സാന്നിധ്യമാകാനും ഷൌക്കത്തിന് സാധിക്കും. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ ഷൌക്കത്ത് വ്യക്തമായ ലീഡ് നേടിയാണ് 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയത്. LDF സ്ഥാനാർത്ഥി ആകെ നേടിയ വോട്ടിനടുത്ത് ഭൂരിപക്ഷം നേടാനും ഷൌക്കത്തിന് സാധിച്ചു. രാഷ്ട്രീയ ചാണക്യനായിരുന്ന പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പിൻഗാമിയായി ഷൌക്കത്തിനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇനി ഉയരാനാകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.